مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان സിറ്റിംഗ് നടത്തി പ്രവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കാൻ തീരുമാനിച്ചത് 2 പ്രാവശ്യമെങ്കിലും മാറ്റിവെച്ച ഒരു യോഗമാണ് ഇന്ന് നടക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പുള്ള സംസ്ഥാനമാണ് കേരളം. 1996 രൂപീകൃതമായ നോർക്ക, അതിനുശേഷം നോർക്കയുടെ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു ഫീൽഡ് ഏജൻസിയാണ് നോർക്ക. പ്രവാസി ക്ഷേമനിധി ബോർഡ് വന്നു. 2016 NRI കമ്മീഷൻ, 2017 ലോക കേരള സഭ, ഇങ്ങനെ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുക. പദ്ധതികളെക്കുറിച്ച് ഒരു ചെറു വിവരണം നൽകാനാണ് ബഹുമാന്യനായ ചെയർമാൻ എന്നോട് ആവശ്യപ്പെട്ടത്. നോർക്ക വഴി പ്രവാസികൾക്കും അതേപോലെ പ്രവാസം ആഗ്രഹിക്കുന്നവർക്കും പല പദ്ധതികളും ഗവൺമെൻറ് നടപ്പിലാക്കും. ഓരോ പ്രദേശത്തു നിന്നും പോകുന്ന പ്രവാസികൾ തിരിച്ചറിയാനുള്ള മാർഗമുണ്ട്. പ്രവാസി ID കാർഡ്, ഒരു ID കാർഡിന് പുറമെ ഒരു ഇൻഷുറൻസ് കവറേജും കൂടി അതിനകത്ത് കൊടുക്കുന്നു. മരണപ്പെടുകയാണെങ്കിൽ, അപകട മരണം സംഭവിക്കുകയാണെങ്കിൽ 4 ലക്ഷം രൂപയും, ഡിസേബിൾഡ് ആവുകയാണെങ്കിൽ, ഗുരുതരമായ അംഗവൈകല്യം സംഭവിക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപയും അതിനകത്ത് ലഭ്യമാകുന്നുണ്ട്. അതേപോലെ പ്രവാസികളായ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന കേരളീയരായ ആൾക്കാർക്കും ഈ ID കാർഡ്, അതിന് NRK ID കാർഡ് എന്നാണ് പറയുന്നത്, അതുവഴി ഇതേ സ്കീം പ്രകാരം നൽകുന്നുണ്ട്. പിന്നെ ഒന്നാണ് സ്റ്റുഡൻസ് ID കാർഡ്. സ്റ്റുഡൻസ് ID കാർഡ് പലപ്പോഴും വിദേശത്ത്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വിദേശത്ത് ധാരാളം കുട്ടികൾ പഠിക്കാൻ പോകുന്നു. അവർക്ക് വേണ്ടി ഒരുക്കിയതാണ് സ്റ്റുഡൻസ് ID കാർഡ്. ഈ സ്റ്റുഡൻസ് ID കാർഡ് വഴിയും ഇതേപോലെ 4 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും നൽകി വരുന്നുണ്ട്. അതായത് വിദേശ ജോലിക്ക് വേണ്ടിയിട്ട് നോർക്കയ്ക്ക് പ്രത്യേക നോർക്ക റിക്രൂട്ട്മെന്റ് വിങ് തന്നെ പ്രവർത്തിക്കുന്നത്. നോർക്ക റൂട്ട്സിൽ അങ്ങനെ ഒരു വിങ് പ്രവർത്തിക്കുന്നു. പ്രധാനമായിട്ടും നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ആണ് പ്രധാനമായിട്ട് രാജ്യങ്ങളിലേക്ക് നടപ്പിലാക്കുന്നത്. നമ്മുടെ GCC കൺട്രികളിലും അതേപോലെ ജർമ്മനി, UK ഈ രാജ്യങ്ങളിലും നമ്മൾ ധാരാളമായി നഴ്സസിനെ ഈ അടുത്ത കാലത്തായി റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ മറ്റൊരു കാര്യമാണ് പ്രവാസികൾക്ക് വേണ്ടി പ്രവാസി ID കാർഡ് നോർക്ക നൽകുന്നുണ്ട്. ID കാർഡ് വഴി ഒന്ന് പ്രവാസികൾ, ഇപ്പം നമുക്ക് പ്രവാസികളുടെ ഒരു ഡാറ്റാ ബാങ്ക്, കൃത്യമായ ഡാറ്റാ ബാങ്ക് ഇല്ല. അറ്റസ്റ്റേഷനുള്ള ആധികാരികമായ കേന്ദ്രമാണ് നോർക്ക റൂട്ട്സിൻ്റെ സ്ഥാപനം. നോർക്ക റൂട്ട്സിൻ്റെ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം വഴി സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ ആവശ്യമായിട്ട് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളും മറ്റ്, അതായത് വിദേശത്ത് മരണപ്പെടുകയോ അല്ലെങ്കിൽ വിദേശത്ത് കുടിയേറ്റ താമസത്തിന് പോകുന്നവർക്ക് അവരുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യുന്നു. മരണപ്പെടുന്നവരുടെ പവർ ഓഫ് അറ്റോർണി, ലീഗൽ ഹെയർ, ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തതിനും ഈ കേന്ദ്രങ്ങൾ വഴി നടപ്പിലാക്കുക. അറ്റസ്റ്റേഷൻ പറഞ്ഞു നോർക്ക പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി വഴി ഗുരുതരമായ രോഗങ്ങൾ വഴി സംഭവിക്കുന്ന പ്രവാസികൾക്ക്, വിദേശത്ത് നിൽക്കുന്ന പ്രവാസികൾക്ക് 1 ലക്ഷം രൂപ ധനസഹായം നൽകും. അതേപോലെ അതിനകത്ത് മരണം സംഭവിക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപയും ധനസഹായം നൽകും. 1 വർഷത്തെ കവറേജ് ഉള്ളതാണ്. പ്രവാസി ID കാർഡിലും സ്റ്റുഡൻസ് ID കാർഡിലും NRK ID കാർഡിലും 3 വർഷമാണ് കാലാവധി. ഇതിന് 1 വർഷമാണ്. പ്രവാസി ഇൻഷുറൻസ് പോളിസിക്ക് 1 വർഷമാണ് കാലാവധി. നോർക്ക വഴി നടപ്പിലാക്കുന്ന ഒരു വെൽഫെയർ സ്കീമാണ് സാന്ത്വന പദ്ധതി. ഇതൊരു ഒറ്റത്തവണ പദ്ധതിയാണ്. ഈ ഒറ്റത്തവണ പദ്ധതിയിൽ 4 കാര്യങ്ങൾക്കാണ് ധനസഹായം നൽകുന്നത്. ഒന്ന്, പ്രവാസികളുടെ മിനിമം 2 വർഷമെങ്കിലും പ്രവാസം അനുഭവിച്ച പ്രവാസികളുടെ വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്. ഒന്ന്,
ചികിത്സാ സഹായം 50,000 രൂപ വരെ ചികിത്സാ സഹായമായി നൽകുന്നു. രണ്ടാമത്തത് വിവാഹ ധനസഹായം. പ്രവാസികളുടെ മക്കൾക്ക് പെൺമക്കളുടെ വിവാഹത്തിനായി 15,000 രൂപ നൽകുന്നു. മൂന്നാമത്തത് ഗുരുതരമായ അംഗവൈകല്യം സംഭവിക്കുന്ന പ്രവാസികൾക്ക് അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ആശ്രിതർക്ക് 1,00,000 രൂപ വരെ ധനസഹായം നൽകും സംവിധാനം നോർക്കയ്ക്കുണ്ട്. അതായത് മറ്റ് രാജ്യങ്ങളിൽ അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ നിയമത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും ഏജൻസികളിലൂടെ അവിടെ എത്തിപ്പെട്ട് ചൂഷണത്തിന് വിധേയമായി അവിടുത്തെ ജയിലുകൾ അടക്കപ്പെടുന്ന നമ്മുടെ പ്രവാസികൾക്ക് നിയമസഹായം നൽകാനുള്ള സംവിധാനം നോർക്ക വഴി നടപ്പിലാക്കുന്നുണ്ട്. കൊണ്ടുവരാനുള്ള നടപടികൾ ചെയ്തു കൊടുക്കാനും അവർക്ക് അതിനുള്ള സാമ്പത്തിക ചെലവുകൾ മീറ്റ് ചെയ്യാനും നോർക്കയ്ക്ക് പ്രത്യേക പദ്ധതികൾ മെഡിക്കൽ അസോസിയേഷനുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത്. പിന്നെ മറ്റൊന്നാണ് ബോഡി റീപാട്രിയേഷൻ പ്രോഗ്രാം. സാധാരണ എംപ്ലോയറോ സ്പോൺസറോ അല്ലെങ്കിൽ അവിടുത്തെ എംബസികളോ ആണ് സാധാരണ ഒരു വിദേശത്തുള്ള ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ബോഡി നാട്ടിലേക്ക് അയക്കുന്നു. പ്രോഗ്രാം നോർക്ക വഴി നടപ്പിലാക്കുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ വിദേശത്ത് നിന്ന് ആൾക്കാരെ ഒഴിപ്പിച്ചു കൊണ്ടുവരുന്ന നടപടികളും നോർക്ക വഴി നടപ്പിലാക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നതാണ് 2 സ്കീമുകളാണ്. ഒന്ന് എമർജൻസി ആംബുലൻസ് സർവീസ് എന്ന് പറയും. അതായത് വിദേശത്ത് അസുഖബാധിതനായി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരാൾക്ക് എയർപോർട്ടിൽ നിന്ന് അവരുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിലേക്കോ ഫ്രീ സർവീസായിട്ട് ആംബുലൻസ് ഒരോളം ലീഗൽ കൺസൾട്ടന്റുമാരെ ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട്. പുതുതായി നിയമിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. 15,000 രൂപ വരെ സ്കോളർഷിപ്പ് നൽകുന്നു. ബിരുദാനന്തര വിദ്യാഭ്യാസത്തിനും പ്രൊഫഷണൽ കോഴ്സുകൾക്കുമാണ് നടക്കുന്നത്. വിദേശത്തുള്ള നോൺ ECR കാറ്റഗറിയിൽ വരുന്ന ECR കാറ്റഗറിയിൽ വരുന്ന പ്രവാസികൾക്കും അതേപോലെ നാട്ടിൽ തിരിച്ചെത്തിയ 2,00,000 രൂപ വരെ വരുമാന പരിധി നിശ്ചയിച്ചുകൊണ്ട് അവർക്കും 15,000 രൂപ മക്കളുടെ പഠിപ്പിന് വേണ്ടി സ്കോളർഷിപ്പ് നൽകുന്നു. പ്രവാസി സംഘങ്ങൾക്ക്, അതായത് തിരിച്ചെത്തിയ പ്രവാസികൾ സംരംഭം തുടങ്ങുമ്പോൾ സംഘം രൂപീകരിച്ച് തുടങ്ങുകയാണെങ്കിൽ അതിന് 3,00,000 രൂപ വരെ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് പ്രവാസി സംഘങ്ങൾക്ക് ധനസഹായം ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രവാസി പുനരധിവാസ പദ്ധതിയാണ് NDPREM പദ്ധതി. നോർക്ക ഡിപ്പാർട്ട്മെന്റ് എമിഗ്രന്റ് റിട്ടേൺ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ പദ്ധതി NDPREM. NDPREM-ൽ നമ്മൾ 5,00,000 മുതൽ 1,00,000 മുതൽ 30,00,000 വരെ 19 ധനകാര്യ സ്ഥാപനങ്ങളുമായി 2 തരത്തിലുള്ള സബ്സിഡികൾ അനുവദിക്കും. ഒന്ന് അതിൻ്റെ മുതലിനുള്ള ക്യാപിറ്റൽ സബ്സിഡിയും, രണ്ടാമത്തെന്ന് വെച്ചാൽ അതിന് ഇൻട്രസ്റ്റ് സബ്സിഡി നൽകും. 15% സബ്സിഡി, മാക്സിമം 3,00,000 രൂപ വരെ അതിനകത്ത് സബ്സിഡി നൽകുന്നു. സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി പ്രവാസിക്ക് 15%, മാക്സിമം 3,00,000 രൂപ സബ്സിഡി നൽകുന്നു. അതേപോലെ അതിൻ്റെ ഇൻട്രസ്റ്റിന് 3% സബ്സിഡികളാണ് നോർക്കയുമായി സഹകരിക്കുന്നത്. 10,000 രൂപ വരെ, മറ്റ് സ്ഥാപനങ്ങളിൽ 80,000 90,000 രൂപ വരുമ്പോൾ ഒരു 10,000 രൂപയ്ക്ക് ചുവടെ ഭാഷകൾ പഠിപ്പിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് NIFL എന്ന് പറഞ്ഞിട്ട് നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് ഉള്ളത്. കോഴിക്കോടും അതേപോലെ തിരുവനന്തപുരത്ത് നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫോറിൻ ലാംഗ്വേജസ് കേന്ദ്രമുണ്ട്. പലപ്പോഴും മറ്റ് സ്ഥാപനങ്ങളിൽ വളരെ വലിയ നിരക്കിൽ ഈടാക്കുന്ന തുക ഈടാക്കി ഫീസ് ഈടാക്കി പഠിപ്പിക്കുന്നത് ബോധവൽക്കരണം നടത്തുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കാറുണ്ട്. പലപ്പോഴും സംരംഭത്വ വികസനത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന പരിപാടികൾ പത്രങ്ങളിലൂടെ അനൗൺസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അനൗൺസ് ചെയ്ത് അതിനകത്തുനിന്ന് പരിശീലനം ആവശ്യമുള്ളവർ പ്രത്യേകമായി രജിസ്റ്റർ ചെയ്ത് ആ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചെത്തിയ പ്രവാസികൾക്ക് അവരുടെ തൊഴിൽ വൈദഗ്ധ്യം മെച്ചപ്പെടുത്താനും അവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി നോർക്കയ്ക്ക് പ്രത്യേക ഡിവിഷൻ ഉണ്ട്. അതാണ് നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ. ഈ ബിസിനസ് ഫെസിലിറ്റേഷൻ വഴി പ്രവാസികൾക്ക് അവരുടെ സ്കില്ലുകൾ അപ്ഗ്രേഡ് പ്രവാസികളുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾക്കും ബന്ധപ്പെടാൻ കഴിയുന്ന 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഗ്ലോബൽ കോൺടാക്ട് സെന്റർ. ഒരു ടോൾ ഫ്രീ നമ്പർ 1800-405-3939 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ പ്രവാസിക്ക് സഹായം നേടാൻ സഹായിക്കുന്ന സ്ഥാപനമാണ്. സ്കീമുകളെ പറ്റിയിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിക്കാം.
വിദേശത്ത് നിന്നുള്ള ആൾക്കാർ അംഗത്തെടുത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ മിനിമം പെൻഷൻ 3500 രൂപയും മറ്റ് 2 കാറ്റഗറിയിലും 3000 രൂപയുമാണ് ഇപ്പോൾ നൽകി വരുന്നത്. ഈ പെൻഷന് പുറമെ നമ്മൾ അംശാദായ അടയ്ക്കുന്ന സമയത്ത് പെൻഷൻ ആവുന്നതിന് മുമ്പ് വരെ അംശാദായ നമ്മൾ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ട് അംശാദായ അടച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് മറ്റുള്ള കുറച്ച് ധനസഹായം കൂടി ബോർഡ് നൽകുന്നുണ്ട്. അടച്ച ഒരാൾക്ക് അല്ലെങ്കിൽ മുൻകൂറായി അടച്ച ഒരാൾക്ക് 3 വർഷത്തിന് തുല്യമായ പൈസ മുൻകൂറായി അടച്ച ഒരാൾക്ക് പ്രായപൂർത്തിയായ മകളുടെ 2 മക്കളുടെ വിവാഹത്തിന് 10000 രൂപ വീതം നൽകുന്നു. പിന്നെ പ്രസവാനുകൂല്യം നൽകുന്നുണ്ട്. തുടർച്ചയായി 2 വർഷക്കാലം അംശാദായം അടച്ചിട്ടുള്ള വനിതാ അംഗത്തിനാണ് കൊടുക്കുന്നത്. അതായത് അംഗത്തിന്റെ ഭാര്യയ്ക്കല്ല കൊടുക്കുന്നത്. ഒരു സ്ത്രീ മെമ്പർഷിപ്പ് എടുത്ത് പരിസംഖ്യ അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ പ്രസവത്തിന് വേണ്ടിയിട്ട് ധനസഹായം നൽകുന്നത്. പിന്നെ മരണാനന്തര ധനസഹായം 5 വർഷം കൃത്യമായിട്ട് പൈസ അടച്ച ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിക്ക് പെൻഷൻ കൊടുക്കുന്നതാണ്. 5 വർഷത്തിൽ കുറവാണെങ്കിൽ അടച്ച തുകയും 1A കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ 50,000 രൂപയും ധനസഹായം ഫാമിലിക്ക് കൊടുക്കും. 1B കാറ്റഗറിയിലാണെങ്കിൽ 30,000 രൂപ കൊടുക്കും. 2A കാറ്റഗറി, അതായത് കേരളത്തിന് പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന ആളെന്ന നിലയിൽ രജിസ്റ്റർ ചെയ്ത ഒരാളാണെങ്കിൽ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ 5 വർഷത്തിൽ കുറവാണെങ്കിൽ അവർക്ക് 25,000 രൂപയുമാണ്. പിന്നെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ മരിച്ചു അല്ലെങ്കിൽ കൃത്യമായിട്ട് 5 വർഷത്തിൽ കൂടുതൽ ഒരു പ്രവാസി 5 വർഷത്തിൽ കൂടുതൽ കൃത്യമായ വരിസംഖ്യ അടച്ച ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ അനന്തരാവകാശികൾക്ക് ബേസിക് പെൻഷൻ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന പെൻഷന്റെ പകുതി 50% എന്ന നിലയിൽ കുടുംബ പെൻഷൻ നൽകുന്നു. പിന്നെ അവശതാ പെൻഷൻ ജോലി ചെയ്യുന്നതിന് തടസ്സമായിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ കഴിയാത്ത രീതിയിൽ എന്തെങ്കിലും അസുഖങ്ങൾ ബാധിക്കുക, ഏൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അസുഖങ്ങളും വന്നു കഴിഞ്ഞാൽ 3 വർഷത്തിൽ കുറയാത്ത മെഡിക്കൽ സഹായം, അസുഖമായി ചികിത്സയിൽ കഴിയുന്ന ആൾക്കാർക്ക് 50,000 രൂപ വരെ ചികിത്സാ ധനസഹായമായിട്ട് നൽകുന്നുണ്ട്. അതൊരു തവണയല്ല, 2 or 3 തവണയായിട്ട് അവർക്ക് 50,000 രൂപയുടെ ധനസഹായം അവർക്ക് ലഭ്യമാകും. നോർക്ക റൂട്ട്സും പ്രവാസി വെൽഫെയർ ബോർഡും തമ്മിലുള്ള ഒരു വ്യത്യാസം, നോർക്ക റൂട്ട്സ് പ്രവാസികളായാൽ അതിൽ പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ മുമ്പായി 2 വർഷമെങ്കിലും തുടർച്ചയായിട്ട് അംശാദായം അടച്ച പ്രവാസിയുടെ അല്ലെങ്കിൽ അംഗത്തിൻ്റെ വെൽഫെയർ ബോർഡ് അംഗത്തിൻ്റെ കുട്ടികൾക്ക് ഡിഗ്രി ലെവൽ മുതൽ പഠിക്കുന്നതിന് 1,500 രൂപ മുതൽ 4,000 രൂപ വരെയുള്ള ധനസഹായം നമ്മൾ നൽകുന്നു. 3 ലക്ഷം മുതൽ 51 ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റായി ചെയ്തു കഴിഞ്ഞാൽ 4ാമത്തെ വർഷം 10% ഡിവിഡൻഡ് നൽകുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അത് താൽക്കാലികമായിട്ട് ഇപ്പം നിശ്ചയിച്ചിരിക്കുകയാണ്. അടുത്ത് തന്നെ അത് തുടരുമെന്നാണ് നമ്മൾ പറയുന്നത്. مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان
നമസ്കാരം. ഞാൻ ഡോക്ടർ മൊയ്തീൻ ജാസ്ർ അലി, കൺസൾട്ടന്റ് ചീഫ് ഫിസിഷ്യൻ CM മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെർക്കള. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 7.5 വർഷക്കാലമായി ജനറൽ ഫിസിഷ്യനായി ഞാൻ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 14 വർഷമായി ഡോക്ടർ എന്ന രീതിയിലും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയിലുള്ള ബുദ്ധിമുട്ടുകൾ നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ 14 വർഷം സാധാരണക്കാർക്കിടയിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പരിമിതികൾ ആരോഗ്യ മേഖലയിലുണ്ട്, നമ്മളെ അയൽ സംസ്ഥാനത്തെയും അയൽ ജില്ലയും എത്ര കണ്ട് ഇതിനു വേണ്ടി ആശ്രയിക്കുന്നു എന്നത് നല്ല പോലെ മനസ്സിലാക്കിക്കൊണ്ട് 1.5 വർഷം മുമ്പ് നമ്മളൊരു ആശയമാണ് ഒരു സമ്പൂർണ്ണ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി. അതിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം നിറവേറ്റിക്കൊണ്ട് നമ്മൾ ട്രയൽ റൺ സെപ്റ്റംബർ 16-ാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുന്നു. വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയട്ടെ, ഇത് ഏറ്റവും താഴെക്കിടയിലിൻ്റെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്കും സമ്പന്നന്മാർക്കും നല്ല രീതിയിൽ ഉപകാരപ്രദമാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ 16-ാം തീയതി മുതൽ ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റും കാഷ്വാലിറ്റി സംബന്ധമായിട്ടുള്ള ചികിത്സകളും സ്നേക്ക് ബൈറ്റ് യൂണിറ്റും പോയ്സണിങ് ട്രീറ്റ്മെൻറ്റും ചെസ്റ്റ് എക്സ്റേ, ECG, ഫുള്ളി ഓട്ടോമേറ്റഡ് ലാബറട്ടറി സംവിധാനങ്ങൾ, 24 അവർ ഫാർമസി ആരംഭിച്ചിരിക്കുന്നു. ഒക്ടോബർ 2-ാം തീയതി മുതൽ കാസർഗോഡ് ഇതുവരെ ഇല്ലാത്ത എല്ലാ സമ്പൂർണ്ണ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഉണ്ടാകുന്ന സർവീസുകൾ ഞങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. തീർച്ചയായും ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സ്ഥാപനമായിരിക്കും. ഒരു ആതുര സേവന സ്ഥാപനത്തിന് ജനങ്ങൾ ഒരു തെറ്റിദ്ധാരണയോടെ കാണുന്ന സമീപനം കാണേണ്ട ആവശ്യം വരില്ല. ഒരു ലാഭകരമായിട്ട് വല്ലാണ്ടൊരു പണമോഹത്തിലോ ബാക്കി കാര്യത്തിലോ തുടങ്ങുന്ന ഒരു സ്ഥാപനമല്ല. ജനങ്ങളെ നല്ല രീതിയിൽ സർവീസ് പ്രൊഫഷണലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ പാകൂ. വിളിക്കൂ 9072
767005 or visit www.eduskilling.com. مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان نور الله فجرا جئت بعد العسر يسرا ربنا أعلاك قدرا يا إمام الأنبياء أنت في الوجدان حي أنت للعينين ضي أنت عند الحوض ري أنت هاد وصفي يا حبيبي يا محمد يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله. مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان.  يخرج منهما اللؤلؤ والمرجان  مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان  مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان  مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان